നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. എടവിലങ്ങ് കുഞ്ഞേനിയിൽ മോട്ടോർ ബൈക്ക് സ്കൂട്ടറിലും ഓട്ടോ ടാക്സിയിലും ഇടിച്ച് അപകടം. യുവാവ് മരിച്ചു, 2 പേർക്ക് പരിക്ക്. കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പര സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കയ്പമംഗലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ശിലയിട്ടു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കുഞ്ഞേനിയിൽ മോട്ടോർ ബൈക്ക് സ്കൂട്ടറിലും ഓട്ടോ ടാക്സിയിലും ഇടിച്ച് അപകടം. യുവാവ് മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. എറണാകുളം ജില്ലയിലെ മാലിപ്പുറം സ്വദേശി ഷഹിലാണ് മരിച്ചത്. ഷഹിലിന്റെ ഭാര്യ ജസീലയെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ എടവിലങ്ങ് സ്വദേശി വിനുവിനും പരിക്കേറ്റു. ഇയാൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ കുഞ്ഞേനി സെന്ററിന് സമീപമായിരുന്നു സംഭവം. ഷഹിൽ ഓടിച്ചിരുന്ന മോട്ടോർ ബൈക്ക് സ്കൂട്ടറിലും ഓട്ടോ ടാക്സിയിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടം നടന്നയുടനെ ഷഹിലിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചിരുന്നു. കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പര സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. ക്ഷേമവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന 25 വർഷം പൂർത്തീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് വ്യത്യസ്ത രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ട സന്ദർഭത്തിൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും മുന്നോട്ട് വന്നു. ഇതുതന്നെയാണ് നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷയും. ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവിടെയെല്ലാം നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്കെല്ലാം അതീതമായിക്കൊണ്ട് ഒന്നുചേരുകയാണ്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്നിക്കുക. അതാണ് വേണ്ടത്. അത് ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇ.ടി. ടൈസൺ MLA അധ്യക്ഷനായി. ടി.എൻ. പ്രതാപൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, ഗ്രൂപ്പ് ഓഫ് പരമ്പര പ്രസിഡന്റ് ഹൃഷികേശ്, സെക്രട്ടറിമാരായ PO ഷമീർ, MA ഷാഹാബ്, രക്ഷാധികാരി സലീം പുത്തംകുളം എന്നിവർ സംസാരിച്ചു. പൂങ്കുയിലേ പൂവഴകേയൻ ചെന്തമിഴ് പെൺകൊടിയേ കാതരയേ കൺമണിയേയൻ നീല നിലാവഴകേ പൂവാക പൂത്ത വഴിയിൽ അന്നു കണ്ടതോർമ്മയില്ലേ ഒന്നു കാണാൻ മിണ്ടാൻ കൊതിയായി വാ പൂങ്കുയിലേ പൂവഴകേയൻ ചെന്തമിഴ് പെൺകൊടിയേ കാതരയേ കൺമണിയേയൻ നീല നിലാവഴകേ. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സംഗീത സംവിധായകൻ ശ്യാം ധർമ്മൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ധന്യമായ ചടങ്ങ് കല ഗ്രൂപ്പ് ഓഫ് പരമ്പര അദ്ദേഹത്തിന് ആദരവ് നൽകുന്നു. മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ
മെമന്റോ നൽകി ആദരിക്കുന്നു. ഈ ടൈസൺ മാസ്റ്ററുകളെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ദേവ വാഹി പാടാനൊന്നു ചേർന്നിടാം, പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാം. ദേവി ജഗദേവി മനതാരിൽ തെളിയണം, മകമാകെ പൊരുളോടെ നിറയണം ജഗദമ്പെ. പാടി മൃദുവാണി കൃപയേകി വരമേകി നടവാടി തുടിയാടി മധുപാണി ശ്രുതിവേണി. ചന്ദ്രചൂഡദേവ മുന്നിൽ കുമ്മിയാടിടാം, ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ചൊല്ലിടാം. ഹിമവാന്റെ പുത്രിയായി വന്നു പിറന്നു പാർവതി, ദേവി മനോഹരി കുമളങ്കിയായി. കോൺഗ്രസ് കയ്പമംഗലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ശിലയിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വീകാര്യത നേടിയ വലിയ യാത്രയാണ് ഭാരത് ജോഡോ യാത്ര. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചരിത്രയാത്രയായി യാത്ര മാറുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ജനാധിപത്യ സംവിധാനത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 2014 മുന്നത്തെ ചരിത്രം അദ്ദേഹം തമസ്കരിക്കുന്നു. 2014 മുമ്പ് ഇന്ത്യക്ക് ഒരു ചരിത്രമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കി കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറുമ്പോ നീണ്ട 55 വർഷക്കാലം ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്, എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ സംഭാവന ചെയ്ത കോൺഗ്രസ്, ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്, ഒരു നുള്ളു ഉപ്പ് കയ്യിൽ പിടിച്ച് ഒരു മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ മഹാത്മജി നടത്തിയ യാത്രകൾ, ആ യാത്രകളാണ് നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മണ്ഡലം പ്രസിഡന്റ് CK ജോഷി അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. നിങ്ങളുടെ പ്രയത്നമാണ്, നിങ്ങളുടെ പ്രവർത്തനമാണ്, നിങ്ങളുടെ നേതൃത്വമാണ്, നിങ്ങളുടെ ഇടപെടലാണ്, നിങ്ങളുടെ രാഷ്ട്രീയമാണ് കയ്പമംഗലം പോലെയുള്ള പ്രദേശത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന കാര്യം സംശയമില്ല. ആ അനുഗ്രഹീതരായ വ്യക്തികളുടെ സാന്നിധ്യം ഈ ചടങ്ങിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു, കൂടുതൽ പവിത്രതയുള്ളതാക്കുന്നു, കൂടുതൽ സന്തോഷപ്രദമാക്കുന്നു. നമുക്കറിയാം, കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസ് ഓഫീസ് ഇവിടെ നിർമ്മിക്കുമ്പോൾ ഈ ഓഫീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം രാഷ്ട്രീയ പ്രവർത്തകരായ കോൺഗ്രസിന്റെ പ്രവർത്തകരായ ആളുകൾക്ക് മാത്രം ആവേശം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു കെട്ടിടമായിട്ടല്ല. DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PMA ജബ്ബാർ, CC ബാബുരാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മണി കാവുങ്ങൽ, CJ പോൾസൺ, KS സുരേഷ്, KV അബ്ദുൽ മജീദ്, PS ഷാഹിർ, PS മുഹമ്മദ്, PA അനസ്, VS ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്തിനോസിന്റെയും അമ്പതിരുനാൾ ആഘോഷിച്ചു.
ഇതോടനുബന്ധിച്ച് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ പ്രദക്ഷിണ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയങ്കണത്തിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ സിൻഡോ മാടവന, കൈക്കാരന്മാരായ ആന്റണി ഐനിക്കൽ, ഈനാശു പുലിക്കോട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ KL റോഡെക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള.